നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയയായ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയും CPM നേതാവും ഒക്കെയായിട്ടുള്ള PP ദിവ്യക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു പിന്നാലെ ഉയർന്നു കേട്ടത്. എന്നാൽ അഴിമതിക്കാരനാക്കി നവീൻ ബാബുവിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ച PP ദിവ്യയാണ് ശരിക്കുള്ള അഴിമതിക്കാരിയെന്നും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും 4 ഏക്കറോളം ഭൂമിയും കൈവശപ്പെടുത്തിയത് എങ്ങനെയെന്നുമുള്ള ചോദ്യമാണ് KSU നേതാവ് ഈ ഘട്ടത്തിൽ PP ദിവ്യക്കെതിരെ ഉന്നയിക്കുന്ന ചോദ്യം. ഇതൊരു ചോദ്യമായി മാത്രമല്ല, പരാതിയായി തന്നെ തെളിവുകളടക്കം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് KSU രംഗത്ത് വന്നിരിക്കുകയാണ്. PP ദിവ്യക്കെതിരെ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നു KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമാസ്. നേരത്തെ ദിവ്യയും ഷമാസും തമ്മിൽ വലിയൊരു വാക്ക് തർക്കം ഉടലെടുത്തിരുന്നു, വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് KSU നേതാവ് ഇപ്പോൾ വിജിലൻസിനെ സമീപിച്ചിരിക്കുന്നത്. PP ദിവ്യയുടെ ഭർത്താവുമായി ഇടപെട്ട പല ഇടപാടുകളിലും അഴിമതി ഉണ്ടെന്നാണ് KSUവിൻ്റെ ആരോപണം. അതേക്കുറിച്ച് സുതാര്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് KSU ഉയർത്തിയിരിക്കുന്നത്. കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കോടികളുടെ കരാറ് കിട്ടിയതും എങ്ങനെയാണ് ആ കരാർ ലഭിച്ചതെന്നും കമ്പനി ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് ആസിഫും PP ദിവ്യയുടെ ഭർത്താവ് VP അജിത്തും തമ്മിലുള്ള ബന്ധമെന്തെന്നും കണ്ണൂരിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ പലക്കയം തട്ടിലിൽ 4 ഏക്കറോളം ഭൂമി എങ്ങനെ വാങ്ങിയെന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളതാണ് ആവശ്യം. ദിവ്യ അഴിമതി നടത്തി ബിനാമി പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിപ്രായപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയിരിക്കുന്ന പല ഇടപാടുകളും സംശയാസ്പദമാണ്. അതേക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിക്കണമെന്നാണ് ഷമാസിന്റെ ആവശ്യം. PP ദിവ്യ പെരുങ്കള്ളിയാണെന്ന് ആരോപിച്ചുകൊണ്ട് മുഹമ്മദ് ഷമാസ് നേരത്തെ പുറത്തു വന്നിരുന്നു. അഴിമതി എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും ഷമാസ് എന്ന് സൂചന നൽകിയിരുന്നു. ഇനിയും നിരവധി കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഒരു മാസം മുൻപായിരുന്നു PP ദിവ്യയ്ക്കും ഭർത്താവിനുമെതിരെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് ബിൽഡിംഗ് നിർമ്മിക്കാൻ 49 സെന്റ് സ്ഥലം 2,40,32,500 രൂപയ്ക്ക് വാങ്ങിയതിന് പിന്നിലും അഴിമതി ഉണ്ടെന്നാണ് മുഹമ്മദ് ഷമാസിന്റെ ആരോപണം. വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ നേരിട്ട് കണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട്. ഭൂമി ഇടപാടുകളുടെയും മറ്റ് അഴിമതികളുടെയും രേഖകൾ സഹിതമാണ് ഈ പരാതി ഷമാസ് കൊടുത്തിരിക്കുന്നത്. സ്കൂളുകളിൽ കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചതിൽ ഉൾപ്പെടെ പദ്ധതികളിൽ വ്യാപക അഴിമതി നടന്നു. ഇതൊക്കെ തന്നെ പുറത്തു വരേണ്ടതാണ്. ഇതിലൂടെ ശരിക്കും യഥാർത്ഥ അഴിമതിക്കാരി ആര് എന്നുള്ളത് പുറം ലോകത്തിന്, മലയാളികൾക്ക് മനസ്സിലാകേണ്ടതാണ്. തനിക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞ ദിവ്യ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. മിണ്ടാട്ടമൊന്നും തന്നെയില്ല. അതിലൂടെ തന്നെയാണ് ദിവ്യയുടെ മടിയിൽ കനമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭയമെന്നും മുഹമ്മദ് ഷമാസ് തന്നെ പറഞ്ഞു. 1 മാസം മുൻപ് PP ദിവ്യയ്ക്കും ഭർത്താവിനുമെതിരെ സമാന ആരോപണം ഷമാസ് ഉയർത്തിയിരുന്നു. ബിനാമി കമ്പനിയുമായി ചേർന്ന് ദിവ്യയുടെ ഭർത്താവ് 4 ഏക്കർ ഭൂമി വാങ്ങിയെന്നായിരുന്നു അന്നത്തെ ആരോപണം. എന്നാൽ തൻ്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയെന്നത് ഷമാസ് തെളിയിക്കണമെന്ന വെല്ലുവിളി ഉയർത്തി. അത് തെളിയിക്കാനായി സാധിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു PP ദിവ്യ മറുപടിയായി പറഞ്ഞത്. എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളടക്കമാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഇപ്പോൾ പരാതി നൽകിയതായി സൂചന ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ PP ദിവ്യ അടപടലം പെടുമെന്ന കാര്യവും ഇതിന് പിന്നാലെ KSU മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത്. എന്നാൽ ഈ സാഹചര്യത്തിൽ PP ദിവ്യ അഴിമതിക്കാരിയാണെന്നടക്കമുള്ള ചിത്രീകരണം KSU ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിൽ പോലും അഴിമതിക്കാരനല്ല നവീൻ ബാബു എന്ന കാര്യം അടിവരയിട്ട് പറയുമ്പോഴും, അദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന കാര്യം ആവർത്തിച്ച് കുടുംബം പറയുമ്പോഴും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ദിവ്യയെ സംരക്ഷിച്ചു പോരുകയാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം ഈ അടുത്തുപോലും എടുത്തു പറഞ്ഞത്.